ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹീതരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളേവരെയും ക്രിസ്തുയേശു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തെ നീ ഒരു പ്രാവശ്യം അറിഞ്ഞുവെങ്കിൽ നീ വഴിതെറ്റിപ്പോയാലും നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്നേഹനിധിയായ കർത്താവ്. ദുഷ്ടനഗരമായ നിനവേക്ക് മുന്നറിയിപ്പ് നൽകുവാൻ വിളിക്കപ്പെട്ട പ്രവാചകനായിരുന്നു യോന. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം അറിയുന്ന യോന നിനവേലേക്ക് പോകാതെ അവൻ തർശിഷിലേക്ക് പോകാനായി കപ്പൽ കയറി യാത്രയായി. ദൈവത്തിന്റെ വെളിപാട് സ്വീകരിക്കുന്നതിന് പകരം അവൻ എതിർ ദിശയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ യോനായുടെ കപ്പൽ യാത്രാമധ്യേ ഒരു കൊടുങ്കാറ്റടിച്ചു. അങ്ങനെ കപ്പൽ ഉണ്ടായിരുന്നവർ യോനായെ കടലിലേക്ക് എറിഞ്ഞു. മത്സ്യമൊന്നു പ്രവാചകനെ വിഴുങ്ങി. ആ മത്സ്യം താൻ വിശന്നിരുന്നതുകൊണ്ട് തന്റെ ഇരയെന്ന് കരുതി വിഴുങ്ങിയതല്ല, ദൈവം നിയമിച്ചയച്ച ഒരു മത്സ്യമായിരുന്നു. യോനാന്റെ വഴി മുടക്കി കർത്താവിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ അയക്കപ്പെട്ട ഒരു മത്സ്യമായിരുന്നു അത്. പ്രവാചകന് ഒരു ഹാനികരം വരുത്താതെ സുരക്ഷിതമായി 3-ാം ദിവസം കരയിലെത്തിച്ചു. ശേഷം യോന തന്റെ തെറ്റ് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ അനുസരിച്ചുകൊണ്ട് നിനവേയിൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ മാനസാന്തരപ്പെടുകയും ദൈവകോപത്തിൽ നിന്നും അവർ വിടിവിക്കപ്പെടുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ദൈവാലോചന എന്തെന്നറിഞ്ഞിട്ടും ദൈവത്തിൽ നിന്ന് ഓടി അകലുമ്പോഴും ദൈവം സ്നേഹത്തോടെ നമ്മെ പിന്തുടരുകയാണ്. ഒരു മത്സ്യത്തിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിലൂടെ ആകാം, പ്രതിസന്ധികളിലൂടെ ആവാം. എന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും മനസ്സിലാക്കുക, ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ് ഞാനും നീയുമെങ്കിൽ പ്രതിസന്ധി എന്തുമായാലും അത് ദൈവത്തിന്റെ കരുതലാണ്. അത് ദൈവം നമ്മെ പിന്തുടരുന്നതാണ്, നമ്മളെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിപ്പോൾ നാം അറിയയില്ല. അധികം വൈകാതെ 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ യോന അറിഞ്ഞതുപോലെ ഒരല്പസമയത്തിന് ശേഷം നമ്മൾ ആ സുരക്ഷിതത്വം, ദൈവത്തിന്റെ കരുതൽ നാം അറിയും. അതുവരെ താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. യോനായ്ക്ക് അറിയാമായിരുന്നു ദൈവത്തിന് നിനവേയെ ശിക്ഷിക്കാൻ സാധ്യമല്ല. അവൻ സ്നേഹനിധിയാണ്, ദയാനിധിയാണ്. മത്തായി 12:40 കർത്താവ് ക്രിസ്തു പറയുന്നു, യോന 3 ദിവസം മത്സ്യത്തിനുള്ളിലായിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിയുടെ ഹൃദയത്തിലിരിക്കും. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു യോന പ്രവാചകനേക്കാൾ വലിയവനാണ്. അവൻ പിതാവിന്റെ ഏകപുത്രനാണ്. ഹല്ലേലൂയ. അവൻ ഒരു നഗരത്തിനല്ല, ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്കുമല്ല. അവൻ ലോകത്തിന് മുഴുവനുമായി ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. യോന പ്രവാചകനെ പോലെ ദൈവസന്നിധിയിൽ നിന്നും ഓടി അകലാതെ ദൈവത്തെ നോക്കി നമുക്ക് ഓടാം. ആ പ്രകാശത്തെ നോക്കി നമുക്ക് ഓടാം.